സൗത്ത് ആഫ്രിക്കയിലൂടെയുള്ള ദീർഘമായ യാത്രയുടെ കഥകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. നൈസ്നയിൽ നിന്ന് പോർട്ട് ഷൂൺ പിന്നിട്ട് നമ്മളിപ്പോൾ മൊസൽബേയിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മൊസൽബേയിലെ പോയിൻ്റ് ഹോട്ടലിലെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു മുറിയിലിരുന്ന് കാഴ്ചകൾ കണ്ട ശേഷം രാത്രി വൈകി കിടന്നുറങ്ങി. രാവിലെ ഉണർന്നെഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ലോബിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്നെ കാത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഒരു വെള്ളക്കാരിയാണ്, സൗത്ത് ആഫ്രിക്കക്കാരി തന്നെ, ബ്രിട്ടീഷ് പാരമ്പര്യത്തിലുള്ള ഒരു സ്ത്രീ. അന്ന് ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ച അല്ലെങ്കിൽ മധ്യവയസ്സ് പിന്നിട്ട ഒരു സ്ത്രീ. ആ സ്ത്രീ വന്നെന്നെ പരിചയപ്പെട്ടു. മാർഗരറ്റ് എന്നാണ് പേര്. അവരെന്നെ കാണാൻ വന്നതാണ്. എന്നെ കാണാൻ മാത്രമല്ല, എന്നെ കൂട്ടിക്കൊണ്ട് ഇന്ന് മൊസൽബേയുടെ കാഴ്ചകളിലേക്ക് പോകുന്നത് ഈ മാർഗരറ്റാണ്. നേരത്തെ തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു കാർ ആവശ്യപ്പെട്ടിരുന്നു. ആ കാറും ഒരു ഗൈഡുമായിട്ട് ഒരാളെ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ടൂർ കമ്പനി അയച്ചതാണ് മാർഗരറ്റിനെ. അവർ നല്ലൊരു വില പിടിച്ച കാറിലാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അവരുടെ വസ്ത്രധാരണം, അവരുടെ രീതിയൊക്കെ കണ്ടപ്പോൾ അവർ വെറും ഒരു ടൂർ ഗൈഡായി പ്രവർത്തിക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അവർ പാർട്ട് ടൈമായി ചെറിയൊരു അധിക വരുമാനത്തിന് വേണ്ടി ടൂറിസ്റ്റുകളുമായി ചെറിയ മൊസൽബേയുടെ കാഴ്ചകളിലേക്ക് പോകുന്ന ഒരു ടൂർ ഗൈഡ് മാത്രമാണ് അവർ. അപ്പോൾ മൊസൽബേയിൽ കുറച്ച് കാഴ്ചകളുണ്ട്. പക്ഷേ ഇന്ന് മുഴുവൻ ദിവസവും നമ്മൾ മൊസൽബേയിൽ നിൽക്കുന്നില്ല. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈറ്റിംഗ് ആയ ഒരു യാത്രയുള്ളത് ഈ മൊസൽബേയിൽ നിന്ന് കേപ്പ് ടൗൺ എന്ന് പറയുന്ന, സൗത്ത് ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന അതിമനോഹരമായ ഉല്ലാസ നഗരം, അതാണ് കേപ്പ് ടൗൺ. അവിടേക്കാണ് ഇന്ന് എനിക്ക് എത്തേണ്ടത്. ദീർഘമായ യാത്രയുണ്ട്. ഏതാണ്ട് 5 മണിക്കൂർ ബസ് യാത്ര നടത്തിയാലേ കേപ്പ് ടൗണിലെത്തൂ. അപ്പം ഏകദേശം ഉച്ചവരെയുള്ള സമയം മാത്രമാണ് എനിക്ക് ഈ മൊസൽബേയിലുള്ളത്. അതിനകം മൊസൽബേയിലെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ബസ് കയറ്റി കേപ്പ് ടൗണിലേക്കുള്ള ബസ്സിൽ കയറ്റി വിടുക എന്നുള്ള ജോലിയാണ് ശരിക്കും മാർഗരറ്റിൻ്റേത്. മാർഗരറ്റ് ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിച്ചു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെട്ടു. ഹോട്ടലിൻ്റെ മുന്നിൽ മാർഗരറ്റിൻ്റെ കാർ വന്ന് കിടപ്പുണ്ട്. അതിൽ ചെന്ന് കയറി ഈ മൊസൽബേയുടെ ഓൾഡ് ടൗണിലൂടെ, ടൗണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൂടെ ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു. അതായത് കാറിലിരുന്ന് തന്നെ ഈ നഗരത്തെ ഒന്ന് പരിചയപ്പെടുത്തി. അവിടുത്തെ വെള്ളക്കാരുടെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള തെരുവുകൾ, അവരുടെ വീടുകൾ, അവർ ഒന്നിച്ചു വസിച്ചിരുന്ന പ്രദേശങ്ങൾ, ഒപ്പം നഗരത്തിന് തൊട്ടു പുറത്തായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലത്തല്ലാത്ത ഇടങ്ങളിൽ അവിടുത്തെ തദ്ദേശീയരായ കറുത്തവർഗ്ഗക്കാർ കോളനികൾ പോലെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, ഇപ്പോഴും താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ കാണിച്ചെന്ന് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി. അതായത് ഈ മൊസൽബേ മുഴുവൻ കുന്നുകളും താഴ്വരകളും, ആ താഴ്വരകൾ കടൽത്തീരം വരെ എത്തുന്ന രീതിയിലൊക്കെ കിടക്കുന്ന ഭൂപ്രകൃതിയാണ്. അതിമനോഹരമാണ്, സുന്ദരമാണ്. ഈ മനോഹരം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ നാട്ടിലേതുപോലെ നിബിഡമായ മരങ്ങൾ വളരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുന്നിൻ ചെരുവിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് അകലെ വരെയുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടും. ഈ കുന്നുകളൊക്കെ പുല്ല് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് മൊട്ടക്കുന്നുകൾ പോലെ ഇങ്ങനെ കിടക്കും. അതിൽ സുന്ദരമായ വീടുകളാണ്. അതായത് കാഴ്ചയ്ക്ക് അഭംഗിയുള്ള കെട്ടിടങ്ങളൊന്നും നമ്മൾ കാണില്ല. സാധാരണ വീടുകളാണ്. പക്ഷേ മേൽക്കൂര ഇങ്ങനെ ചെരിഞ്ഞ മേൽക്കൂരയുള്ള, സാധാരണ ഒരു വീട് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓടിട്ട മേൽക്കൂരകൾ അല്ലെങ്കിൽ ഷീറ്റുകൾ മേഞ്ഞ, ഷീറ്റാണെങ്കിൽ പോലും കളർഫുള്ളായ വൃത്തിയുള്ള ഷീറ്റുകൾ മേഞ്ഞ വീടുകൾ, അതൊക്കെ ചെറിയ വീടുകളാണെങ്കിൽ സുന്ദരമാണ്. അതിനൊരു ചെറിയൊരു തൊടിയുണ്ടാവും, അവിടെ ലോൺ പിടിപ്പിച്ചിട്ടുണ്ടാവും, അതിനോടടുത്ത് അടുത്ത വീട്, ഇങ്ങനെയാണ് ആ പ്രദേശമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലെ ഒരു വ്യൂ പോയിൻറ്റിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അവിടെ നിന്നാൽ ഈ മൊസൽബേയുടെ കാഴ്ചകൾ മുഴുവൻ കാണാം. മൊസൽബേയുടെ താഴ്വാരം, മൊസൽബേ നഗരം ഇങ്ങനെ കടലിൽ വരെ ചെന്ന് നിൽക്കുന്ന കാഴ്ച, അതിൻ്റെ തുറമുഖ ഭാഗം, ഇതെല്ലാം കാണിച്ചു തന്നിട്ട് കുറേയേറെ വിവരണങ്ങൾ, കഥകൾ പറഞ്ഞു തന്നു. ബർത്തലോമിയോ ഡയസ് ഇവിടേക്ക് കയറി വന്നത് മുതൽ വെള്ളക്കാർ എടുത്ത ഒരു നഗരമായി മൊസൽബേ വളർന്നു വന്ന കാലത്തിൻ്റെ കഥകൾ മുഴുവൻ ഇവർ പറഞ്ഞു തന്നു. അവർക്ക് കുറേ ചരിത്രമൊക്കെ അറിയാം. എന്നിട്ട് തുറമുഖം കാണിച്ചു തന്നു. അവിടെയാണ് ഈ ബർത്തലോമിയോ ഡയസിൻ്റെ കപ്പലെടുത്തത്, അതായത് മൊസൽബേയുടെ തുറമുഖം. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ബർത്തലോമിയോ ഡയസ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ആദ്യമായി കിഴക്കൻ തീരത്തേക്ക് കടന്നു വന്ന ആദ്യത്തെ പാശ്ചാത്യ നാവികൻ, പോർച്ചുഗീസുകാരനാണ് ഈ ബർത്തലോമിയോ ഡയസ്. പക്ഷേ ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ മൊസൽബേ ഒക്കെ വരെ വന്നിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തത്. പക്ഷേ അതിനു മുമ്പുള്ള യാത്രികരൊക്കെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു കടലിലേക്ക് തള്ളി നിൽക്കുന്നൊരു മുനമ്പുണ്ട്. അവിടം വരെ പോലും വന്നിരുന്നില്ല. പല യാത്രകൾ വന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ കപ്പലുകൾ തകരുകയോ പിന്നെ നിരാശരായി മടങ്ങുകയൊക്കെ ചെയ്യുക ചെയ്തത്. പക്ഷേ ഈ ബർത്തലോമിയോ ഡയസാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റി മറുകരയിലേക്ക്, കിഴക്കൻ തീരത്തേക്ക് പയ്യെ തിരിഞ്ഞിട്ടും ഈ മൊസൽബേ വരെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞുള്ളൂ. അപ്പം പക്ഷേ അതൊരു നിർണായക ഘട്ടമായിരുന്നു. അതായത് ആ ഒരു പാതി ദൂരം പിന്നിട്ട് പ്രധാന പ്രതിസന്ധികളെല്ലാം കടന്ന് കിഴക്കൻ തീരത്തേക്ക് തിരിഞ്ഞു എന്നത് വലിയൊരു പ്രതീക്ഷ നൽകി ഇവർക്ക്.
കാരണം മറ്റേത് പടിഞ്ഞാറൻ തീരത്തൂടെ യാത്ര ചെയ്ത് അറ്റം കാണാത്ത കടലും തീരം ഇങ്ങനെ തെക്കോട്ട് നീണ്ടു കിടക്കുന്നത് കണ്ട് പലരും പകുതിക്ക് വെച്ചൊക്കെ മടങ്ങിപ്പോയ കഥയാണ് അക്കാലത്ത്. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ല, ലോകത്തിൻ്റെ മാപ്പുകൾ കയ്യിലില്ല, ഭൂമി എങ്ങനെയാണ്, വൻകരകൾ എങ്ങനെയാണെന്ന് ഒരു ധാരണയും ആളുകൾക്കില്ലാത്തൊരു കാലത്താണ് യാത്ര ചെയ്തെന്ന് ഓർക്കണം. ഇതങ്ങനെ അനന്തമായി കര നീണ്ടു കിടക്കുകയാണോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്ന ഒരു കാലം, ഭൂമിയുടെ കൃത്യമായൊരു മാപ്പാരുടെയും കയ്യിലില്ലാത്തൊരു കാലമാണെന്ന് ഓർക്കണം. അപ്പോൾ അന്ന് ഊഹം വെച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കിഴക്കോട്ടൊരു വഴി കണ്ടുപിടിക്കാൻ ആഫ്രിക്കയുടെ വടക്ക് നിന്ന് തെക്ക് വരെ യാത്ര ചെയ്ത്, തെക്കെന്ന് പറഞ്ഞാൽ എവിടെയാണെന്നും ആർക്കും അറിയില്ല, അങ്ങ് യാത്ര ചെയ്ത് എവിടെയെങ്കിലും ഈ കര തീരും, ആ കര തീരുന്നിടത്ത് നമുക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താൽ കിഴക്കുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്താമെന്നാണ് അവരുടെ ധാരണ. അപ്പോൾ ഇന്ത്യ പോലുള്ള ഇങ്ങനെ എത്താത്ത ഒരു ജനവിഭാഗം എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ചൊക്കെ അറിഞ്ഞതെന്ന് സംശയം വരും. അന്ന് കരയിലൂടെ യാത്രയുണ്ടായിരുന്നു. അതായത് യൂറോപ്പിൽ നിന്ന് കിഴക്കൻ യൂറോപ്പിലൂടെ വന്ന് തുർക്കിയൊക്കെ പിന്നിട്ട്, ഇന്നത്തെ തുർക്കി അതായത് നമ്മുടെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താൻബൂൾ എന്ന് പറയുന്ന ആ പട്ടണമൊക്കെ പിന്നിട്ട് അവിടുത്തെ ഇസ്താംബൂൾ വഴിയായിരുന്നു അന്നത്തെ കിഴക്കോട്ടുള്ള ട്രേഡ് റൂട്ട്. അറബി നാടുകളൊക്കെ പിന്നിട്ട് ഇറാൻ വഴി, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വരുന്ന കരവഴിയുള്ള പാതകളുണ്ടായിരുന്നു. മാത്രമല്ല അതിനു മുമ്പും അറബി നാടുകളിൽ നിന്ന്, ഇപ്പം ഏദൻ തുറമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ഒമാൻ്റെ തീരത്ത് നിന്ന് ഒക്കെ ഇന്ത്യയുമായിട്ട് ഗുജറാത്തുമായിട്ടൊക്കെ കച്ചവട ബന്ധം നടത്തിയിരുന്നു. കൊച്ചിയിലേക്ക് പോലും കച്ചവടക്കാർ വന്നിരുന്നു. അതുപോലെ തന്നെ അന്നും റോമാക്കാരും കച്ചവടത്തിന് വന്നിരുന്നു കൊച്ചിയിലേക്കൊക്കെ. ഇസ്രായേലിൽ നിന്ന് ജൂതന്മാർ 2000 വർഷം മുമ്പ്, അതിനു മുമ്പ് കൊച്ചിയിൽ വന്നിരുന്നു. അവരൊക്കെ വന്നത് ഈ അറബി നാടുകളിൽ വരെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവിടുന്ന് ഈ ഏദൻ തുറമുഖത്തു നിന്നോ മറ്റോ ചെറിയൊരു ദൂരം കൊടുങ്ങല്ലൂരിൻ്റെ തീരത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ തീരത്തേക്കൊക്കെ വരിക ചെയ്തത്. പക്ഷേ ഈ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി പടിഞ്ഞാറൻ യൂറോപ്പുകാർക്ക് കിഴക്കോട്ടുള്ളൊരു ഗതാഗതം തടസ്സപ്പെട്ടു. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നതിനും ചരക്ക് കൊണ്ടുപോകുന്നതിനും ഒക്കെ തുർക്കി വലിയ നികുതി ഏർപ്പെടുത്തി. അവിടെ ഒരു വലിയൊരു ചെക്ക് പോയിൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് ഈ തുർക്കികളെ ആശ്രയിക്കാതെ കടലിലൂടെ തന്നെ എങ്ങനെ ഇന്ത്യയിൽ വരാമെന്നതായിരുന്നു അക്കാലത്തെ യൂറോപ്യന്മാരുടെ പ്രശ്നം. കാരണം ഇന്ത്യയിൽ നിന്നാണ് സ്പൈസസ് അക്കാലത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് സ്പൈസസ് കൊണ്ടുവരുന്നത്. കുരുമുളക്, ഗ്രാമ്പൂ, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ, അതായത് എരിവും രുചിയും ഒക്കെ പകരുന്ന സ്പൈസസ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല അതിനെ കണ്ടിരുന്നത്. അതായത് പടിഞ്ഞാറൻ നാടുകളിൽ പണ്ട് കാലത്ത് ഇവർക്ക് മാംസം നിർബന്ധമായിട്ടും വേണ്ട ഭക്ഷണമാണ് ഈ പടിഞ്ഞാറൻ യൂറോപ്പിലെ ആളുകൾക്ക്. ഇന്ത്യ ഒഴികെ വേറൊരിടത്തും അധികം സസ്യഭുക്കുകളില്ലല്ലോ. ബാക്കി എല്ലാവരും മാംസമാണ് അവരുടെ പ്രധാന ഭക്ഷണം. പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിൽ മാംസം ഇല്ലാതെ അവർക്ക് ആവശ്യത്തിനുള്ള ഊർജ്ജം കിട്ടില്ല, കലോറി ഉണ്ടാവില്ല. അപ്പോൾ ഈ മാംസം പക്ഷേ സൂക്ഷിച്ച് വെക്കണം. ഇവർക്ക് എല്ലാ ദിവസവും മൃഗങ്ങളെ കൊന്ന് മാംസം കഴിക്കാൻ പറ്റില്ല. അന്ന് ഫ്രീസറുകളില്ല, ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ മാംസം സൂക്ഷിച്ച് വെക്കാനുള്ള പ്രധാന വസ്തു കുരുമുളകായിരുന്നു. കുരുമുളകിൻ്റെ പൊടി, കുരുമുളകിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞ് അങ്ങനെയായിരുന്നു ഉപ്പും കുരുമുളകൊക്കെ പുരട്ടി ഇങ്ങനെ സൂക്ഷിക്കുന്നതായിരുന്നു. അപ്പം മാംസം സംരക്ഷിക്കാൻ ഇവർക്ക് പെപ്പർ ആവശ്യമായിരുന്നു. ഈ പെപ്പർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന, പക്ഷേ ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വഴി, ഇസ്താൻബൂൾ വഴിയുള്ള പാത അടഞ്ഞതോടുകൂടി യൂറോപ്പിലേക്ക് എത്തുന്ന കുരുമുളകിൻ്റെ അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളുടെ ഒക്കെ വില 10-100 ഇരട്ടിയായി വർദ്ധിച്ചു. തുർക്കികൾ ചുങ്കം ചുമത്താൻ തുടങ്ങി, ദുർലഭ വസ്തുവായി മാറി. അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടുപിടിച്ച് പറ്റൂ എന്ന സ്ഥിതി വന്നപ്പോഴാണ് പല രാജ്യങ്ങളും പരിവേഷകർക്ക് പണം കൊടുത്ത് അവരെ സ്പോൺസർ ചെയ്ത് അവിടുത്തെ രാജാക്കന്മാർ, പോർച്ചുഗലിലെ രാജാവും സ്പെയിനിലെ രാജാവും നെതർലൻഡ്സിലെ ഡച്ച് രാജാവും ബ്രിട്ടീഷ് രാജാവും ഒക്കെ പരിവേഷകരായി പോകാൻ തയ്യാറുള്ളവർക്ക് സന്നാഹങ്ങളും അടിമകളെയും തടവുകാരായ പണിക്കാരെയും ഒക്കെ കൊടുത്ത് സാമ്പത്തിക സഹായം കൊടുത്ത് ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. അവർക്കറിയാം അങ്ങനെ ഒരു വഴി ഒരിക്കൽ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വാണിജ്യപരമായി ഈ ആദ്യം വഴി കണ്ടുപിടിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അവിടെ ഇന്ത്യയിലേക്ക് ഒരു സമുദ്രപാത തെളിച്ചെടുക്കുന്ന ഒരു രാജ്യത്തിനായിരിക്കും അവിടുത്തെ ഒരു വാണിജ്യ കുത്തക കുറേ കാലത്തേക്കെങ്കിലും കിട്ടുക. അപ്പോൾ ഇന്ന് തുർക്കി ഉണ്ടാക്കുന്ന സമ്പത്ത് പടിഞ്ഞാറൻ യൂറോപ്പിലുള്ള ഈ വഴി കണ്ടുപിടിക്കുന്ന ഒരു രാജ്യത്തിന് ഉണ്ടാക്കാൻ പറ്റും. അവർ ആയിരിക്കും ഈ സ്പൈസസിൻ്റെ മൊത്ത കച്ചവടക്കാരായി മാറുക. അവരായിരിക്കും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ആ കൊണ്ടുവരുന്ന സ്പൈസ് വിൽക്കുക, അതിലൂടെ വലിയ സമ്പന്നമാകാം. സ്പൈസസ് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് തടി മുതൽ, കാരണം യൂറോപ്പിലുണ്ടാകുന്ന തടി വ്യത്യസ്തമാണ്. ഇന്ത്യയിലേതുപോലത്തെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന തേക്ക് പോലുള്ള മരങ്ങളല്ല അവിടെ ഉണ്ടാവുക. അപ്പോൾ കപ്പൽ നിർമ്മാണത്തിനൊക്കെ തേക്ക് പോലുള്ള മരങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് അവർക്കറിയാം. അപ്പോൾ അങ്ങനെ പല സാധ്യതകളുമുണ്ട്. കൂടാതെ ഒരു പുതിയ ഭൂപ്രദേശം കണ്ടെത്തുക എന്നത് യൂറോപ്പിന് വലിയ ആവശ്യമായിരുന്നു അക്കാലത്തൊക്കെ. യൂറോപ്പിൽ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, വിഭവങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ വിഭവങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് പരിവേഷണം നടത്തുക, അവിടെ സാധ്യതകൾ കണ്ടെത്തുക, അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക, ഇതൊക്കെ അന്നത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയായിരുന്നു. അങ്ങനെയാണ്
ഈ വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ ഇങ്ങനെ രാജാക്കന്മാർ സ്പോൺസർ ചെയ്ത കപ്പലുകളിൽ പരിവേഷകർ വരുന്നു. കുറേ പേര് കുറേ ദൂരം ഓടിയിട്ട് തിരിച്ചു പോകുന്ന വഴി കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഭൂമി തീരുന്നില്ല, കിഴക്കോട്ടുള്ള കടലിൻ്റെ ഓപ്പണിങ് കാണുന്നില്ല. അങ്ങനെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഗുഡ് ഹോപ്പ് മുനമ്പാണ് ഏറ്റവും അവസാനം പടിഞ്ഞാറ് ഭാഗത്തൂടെ പോകാവുന്ന ഭാഗത്തിൻ്റെ അവസാനം ഈ ഗുഡ് ഹോപ്പ് മുനമ്പ്. ഈ ഗുഡ് ഹോപ്പ് മുനമ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആഫ്രിക്കയുടെ കര തീരുകയാണ്, പിന്നെ കിഴക്കോട്ട് തിരിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മുനമ്പിന് ഗുഡ് ഹോപ്പ് മുനമ്പ് എന്ന് പേര് വന്നത്. അതായത് പ്രതീക്ഷയുടെ മുനമ്പ്, നല്ല പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ മുനമ്പ് എന്ന് പറയുന്നത്. അതായത് അവിടം കഴിഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് യാത്ര ചെയ്യാം. കിഴക്കോട്ട് യാത്ര ചെയ്താൽ അവിടുത്തെ കിഴക്കുള്ള ഭൂഭാഗത്ത് എത്താമെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കിഴക്കോട്ട് തിരിയാനുള്ള കടൽ തീരുന്നില്ല. ഇവർ യാത്ര ചെയ്തിട്ടും ഈ തിരിവിലേക്ക് എത്തിയത് ഈ ബർത്തലോമിയോ ഡയസാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നാവിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായത്. ഈ സ്ഥലത്തിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേര് വന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇതാണ്, ചരിത്രപരമായുള്ള പ്രാധാന്യം. അപ്പം ഈ കഥകളും ഈ സംഭവങ്ങളും ഒക്കെ വിവരിച്ചു തന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര ചെയ്ത് അടുത്തത് ഈ മൊസൽബേയുടെ തുറമുഖം ഒന്ന് കാണണം. തുറമുഖത്തൊരു മ്യൂസിയം ഉണ്ട്, അത് കാണണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പം ഈ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഈ സമ്പന്നരുടെ വീടുകളും, വെള്ളക്കാരാണ് സമ്പന്നരെന്ന് പറയുന്നത്, അവർ കോളനികളായിട്ട് അല്ലെങ്കിൽ അവരുടെ അടുക്കിപ്പിറക്കിയ നമ്മുടെ ഇന്നത്തെ വികസിതമായ വില്ലകൾ പോലെ ഒരേ ഷേപ്പും ഒരേ കളറും ഒക്കെയുള്ള സുന്ദരമായ വീടുകൾ, ഉദ്യാനങ്ങളൊക്കെയുള്ള അടുക്കിപ്പിറക്കി പണിത, ലൈനൊപ്പിച്ച് പണിത വീടുകളുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ പട്ടണഭാഗങ്ങൾ. അവിടുന്ന് കുറേ മാറി കുറച്ചൊന്നും ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കും ചേരിപ്പുരകൾ പോലെ വലിയ അച്ചടക്കമൊന്നുമില്ലാതെ കിട്ടിയത് എന്തും കൊണ്ടും, തകരയാവട്ടെ, പാട്ടയാവട്ടെ, തടിക്കഷ്ണമാവട്ടെ, പ്ലൈവുഡ് ആവട്ടെ, ഇതൊക്കെ കൊണ്ട് മറച്ച വീടുകളിലാണ് ഈ സൗത്ത് ആഫ്രിക്കൻ സാധാരണക്കാർ ജീവിക്കുന്നത്. അതിൽ നിന്ന് ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ 2005 കഥയായി പറയുന്നത്. 2005 ആകുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 15 കൊല്ലം പിന്നിട്ട കാലമാണെന്ന് ഓർക്കണം. 18 വർഷത്തോളം പിന്നിടുന്ന ഒരു കാലത്ത്. അപ്പോൾ പോലും വലിയ മാറ്റങ്ങൾ, അവരുടെ തന്നെ ഭരണം വന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ വ്യത്യാസം കൂടിയുണ്ട്, ജീവിതശൈലിയുടെ വ്യത്യാസമുണ്ട്, വീക്ഷണങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രകടമാണത്. ഭരണം നഷ്ടപ്പെട്ടെങ്കിലും വെള്ളക്കാർ അവരുടെ ഗ്രാമവും അവരുടെ ജീവിത സൗകര്യങ്ങളും ഒക്കെ നിലനിർത്തുന്ന രീതിയും മറ്റേതുമായിട്ട് വലിയ അന്തരമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. ഈ മ്യൂസിയം ക്യാമ്പസിലേക്ക് കയറുമ്പോൾ തന്നെ അതൊരു വലിയൊരു പ്രദേശമാണ്. ഒരു ഗോഡൗണാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. പഴയൊരു തുറമുഖത്തെ ഒരു ഗോഡൗൺ ആയിരുന്നിരിക്കണം. അതിൻ്റെ മുറ്റത്ത് ഒരു ഭാഗത്ത് വലിയൊരു മരമുണ്ട്, പടർന്ന് പന്തലിച്ച് കിടക്കുന്നൊരു മരമാണ്. ഈ മാർഗരറ്റ് തന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഉണ്ടായത്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ ചെറിയൊരു കുളം, ഒരു കുഴിയുണ്ട്. അതായത് ഒരു കുളം പോലെ, ചെറിയൊരു കുളം പോലത്തെ ഒരു നീരുറവ ഉണ്ട്. ഈ മരം പോസ്റ്റ് ഓഫീസ് ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ബർത്തലോമിയോ ഡയസ് വന്ന് ഇറങ്ങി ഈ മൊസൽബേയിൽ ഒരു താവളം ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം മടങ്ങിപ്പോയെങ്കിലും പിന്നീട് കിഴക്കോട്ട് യാത്ര ചെയ്ത കപ്പലിൽ വരുന്നവരൊക്കെ ഇവിടെ ഒന്ന് ഇറങ്ങും, മൊസൽബേയിൽ ഇറങ്ങും. എന്നിട്ട് അവിടെ ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങി ഈ തെളിനീരരുവിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ കുളത്തിൽ നിന്ന് ശുദ്ധജലം കപ്പലിലേക്ക് ആവശ്യമുള്ളത് ശേഖരിക്കും. കാരണം കടൽ തീരത്ത് ഉപ്പുവെള്ളമാണല്ലോ കൂടുതൽ. തന്നെയുമല്ല, ഏതാണ്ട് മാസങ്ങളോളം യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നത്. അപ്പോഴത്തേക്കും ഇവരുടെ കപ്പലിലെ വെള്ളം തീർന്നിട്ടുണ്ടാവാം. അപ്പോൾ കപ്പലിൽ കുടിവെള്ളം നിറയ്ക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. മാത്രമല്ല, ഈ മരത്തിൽ ഇവർ ഷൂസ്, അതൊന്ന് ലെതർ കൊണ്ടുള്ള ഷൂസാണല്ലോ, കിഴക്ക് പോയി തിരിച്ചു വരുന്ന നാവികർ അല്ലെങ്കിൽ കിഴക്കോട്ട് പോകുന്ന നാവികർ ഒക്കെ തുടർന്ന് ഇനി ഈ വഴി കടന്നു പോകുന്ന നാവികർക്ക് വേണ്ടിയുള്ള ചില സന്ദേശങ്ങൾ എഴുതി ഒരു ഷൂസിനകത്തിട്ട് ഈ മരത്തിൽ കെട്ടി തൂക്കിയിടാൻ തുടങ്ങി. അതായത് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് മലബാറിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന പോർച്ചുഗീസുകാരുടെ ഒരു കപ്പൽ ആ വഴി കടന്നു പോകുമ്പോൾ അവരവിടെ നിർത്തും, വെള്ളം നിറയ്ക്കും. എന്നിട്ട് ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്ന നാവികർക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതിയിടും. അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ താൻസാനിയയുടെ കിഴക്കൻ ഭാഗം അല്ലെങ്കിൽ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഒമാൻ്റെ തെക്ക് ഭാഗത്തൊക്കെ നിങ്ങൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഇപ്പോൾ കാലവർഷം രൂക്ഷമാണ്, അല്ലെങ്കിൽ അവിടെ കാറ്റ് ആവശ്യത്തിനില്ല, അതായത് അല്ലെങ്കിൽ കൊള്ളക്കാരുടെ സംഘം ഇന്നടത്തിനടുത്ത് കണ്ടിരുന്നു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ. അതായത് ഇന്നത്തെ കാലത്തെ പോലെ ഒരു ടെലികമ്മ്യൂണിക്കേഷനും ബന്ധവുമില്ല എന്ന് മാത്രമല്ല, എതിരെ വരുന്ന ഒരു കപ്പലിനെ പോലെ, അതായത് ഇവർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിലും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്നൊരു കപ്പലിനെ ഇവർ കാണില്ല. കാരണം എത്രയോ കിലോമീറ്റർ അകലക്കൂടിയായിരിക്കും ഇവർ തമ്മിൽ പാസ് ചെയ്ത് കടന്നു പോവുക. എതിരെ പോകുന്ന കപ്പലിനെ പോലും കണ്ടെത്താൻ ഒരു മാർഗ്ഗമില്ലാത്തൊരു കാലഘട്ടം, ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാധ്യതയില്ലാത്തൊരു കാലം. അപ്പം ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന ഒരൊറ്റ യന്ത്രമാണ് ഇവരുടെ ആപ്പടയുള്ളൊരു യന്ത്രം. ഇത് നോക്കി നക്ഷത്രങ്ങളെ നോക്കി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനങ്ങളൊക്കെ നോക്കി അങ്ങനെ പോവുകയാണ്. അപ്പം അവർക്ക് വേണ്ടി ഇങ്ങനെ കത്തുകൾ എഴുതിയിട്ടിരുന്ന ഒരു ഷൂസ്, പഴയൊരു ബൂട്ട് ആയിരിക്കണം, അത് സ്ഥാപിച്ചിരുന്നു. കുറേ വർഷങ്ങളോളം അങ്ങനെയൊക്കെ തുടർന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു കുരിശും കൂടെ നിലത്ത് നാട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരില്ല.
ഒരു നാവികന് കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വന്നിറങ്ങി അവ നോക്കുമ്പോൾ ഈ ഷൂസിനകത്തൊരു കടലാസുണ്ട്, മീൻസ് ഒരു കത്തുണ്ട്. ആ കത്തിൽ നിങ്ങൾ ഒരു 2 മാസം ഇവിടെ നിന്നിട്ടേ, കുറച്ച് കാലം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടേ കിഴക്കോട്ട് പോകാൻ പാടുള്ളൂ, അവിടെ വലിയ പ്രകൃതിക്ഷോഭം നടക്കുകയാണ്, നിങ്ങൾ പോയാൽ നിങ്ങളുടെ കപ്പൽ ഇപ്പം തകരും എന്ന് ഒരു കുറിപ്പ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. അതായത് ഈ കുറിപ്പ് അയാൾ വായിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൽ ചെന്ന് പെടുകയും അയാളുടെ അന്ത്യമാവുക, അല്ലെങ്കിൽ ആ കപ്പൽ മൊത്തം കടലിൽ മുങ്ങിത്താന്നു പോവുകയും ചെയ്യുമായിരുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ നന്ദി സൂചകമായി അദ്ദേഹം അവിടെ ഒരു കുരിശൊക്കെ സ്ഥാപിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പിന്നീട് വരുന്നവരും പോകുന്നവരൊക്കെ ഈ കുരിശിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോഴും ആ കുരിശ് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ സ്മരണയ്ക്കായിട്ട് അവിടെ ഒരു കുരിശും ഇപ്പോൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകളും ഈ കഥകളും ഒക്കെ മാർഗരറ്റ് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഗോഡൗൺ പോലുള്ള കെട്ടിടത്തിനകത്തേക്ക് ചെന്നു. ഈ ഗോഡൗൺ കെട്ടിടം വലിയൊരു ഗോഡൗണാണ്. അതിനകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു മാപ്പ് ഭിത്തിയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മാപ്പ് എന്ന് പറയുന്നത് അക്കാലത്തെ ഒരു മാപ്പാണ്. അതായത് ഈ ബർത്തലോമിയോ ഡയസും വാസ്കോ ഡി ഗാമയും ഒക്കെ ഇന്ത്യയിലേക്ക് വഴി കണ്ടുപിടിച്ചതിന് ശേഷം അവരുണ്ടാക്കിയ ഒരു മാപ്പ്. അന്നത്തെ ഒരു പ്രാകൃത അവസ്ഥയാണ്. കൃത്യമായ അതിർത്തികളൊന്നും ആയിരിക്കില്ല. ആഫ്രിക്കയുടെ ഷേപ്പ് തന്നെ ഇന്ന് നമ്മൾ ഒരു സാറ്റലൈറ്റ് മാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിലോ കാണുന്ന ആ പൂർണ്ണതയൊന്നുമില്ല. കാരണം അത് സാറ്റലൈറ്റിൽ നിന്ന് എടുക്കുന്ന യഥാർത്ഥ ഫോട്ടോഗ്രാഫാണ്. മറ്റേതല്ല, ഇവരിങ്ങനെ ഊഹം വെച്ച് ഇത്ര ഡിഗ്രി തെക്കോട്ട് പോയി, അത് കഴിഞ്ഞ് ഇത്ര ഡിഗ്രി വടക്കോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഊഹം വെച്ച് വരച്ചൊരു മാപ്പ്. അതിലൂടെ റൂട്ട് വരച്ചിട്ടുണ്ട്, എങ്ങനെ കപ്പലുകൾക്ക് പോകണം. അപ്പോഴും ഏകദേശം ഒരു ധാരണയുണ്ട് ആളുകൾക്ക് എത്ര ദിവസം യാത്ര ചെയ്തിട്ടാണ് തെക്ക് നിന്ന് കിഴക്കോട്ട് തിരിയേണ്ടത്, കിഴക്ക് നിന്ന് പിന്നെ എത്ര ദൂരം പോയിട്ടാണ്, എത്ര ദിവസം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ വടക്കോട്ട് തിരിഞ്ഞ് വീണ്ടും ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തൂടെ മുകളിലേക്ക് പോയി അറബി നാടുകളുടെ തെക്ക് ഭാഗത്തൂടെ ഇന്ത്യയിലേക്ക് വീണ്ടും തിരിയേണ്ടത് എന്നൊക്കെയുള്ളതെല്ലാം ഈ മാപ്പിലുണ്ട്. ആ മാപ്പിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഘടകം എന്നറിയോ, ലോകത്തിൻ്റെ ഒരു മാപ്പാണ്. ആഫ്രിക്കയും യൂറോപ്പും ഏഷ്യയും ഉൾപ്പെടുന്ന ഒരു മാപ്പിനകത്ത് അതിലെ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് ലിസ്ബൺ, തീർച്ചയായിട്ടും പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബൺ ആണെങ്കിൽ മറ്റൊന്ന് ഏതാണെന്നറിയോ, നമ്മുടെ കോഴിക്കോടാണ്. അതായത് ലോകത്തിൻ്റെ മാപ്പിൽ കോഴിക്കോട് ഒരു പ്രധാന സ്ഥലമായി കാണുന്ന അപൂർവ മാപ്പുകളിലൊന്ന്. ഒരു മലയാളി എന്ന നിലയിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ ശരീരത്തിലൊരു രോമാഞ്ചം ഉണ്ടാകും, ഒരു തരിപ്പിങ്ങ് കയറി വരും. ഞാൻ മാർഗരറ്റിനോട് പറഞ്ഞു, തൊട്ട് കാണിച്ചു കോഴിക്കോടിനെ, ഇതേതാ സ്ഥലം നിങ്ങൾക്കറിയോ? യെസ്, വാസ്കോ ഡി ഗാമ അങ്ങോട്ടാണ് പോയത്. ഞാൻ പറഞ്ഞു അതല്ല അതിൻ്റെ പ്രത്യേകത, ഞാൻ ആ നാട്ടുകാരനാണ്, ഞാൻ ആ മലബാറുകാരനാണ്, അതുൾപ്പെടുന്ന കേരളം എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. മാർഗരറ്റിന് വലിയ സർപ്രൈസായി. ഓഹോ, അപ്പം നിങ്ങൾക്ക് വാസ്കോ ഡി ഗാമയുടെ കഥയൊക്കെ നേരത്തെ അറിയോ? പിന്നെ ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു പാഠത്തിലെ ഒരു കഥാപാത്രമാണ് വാസ്കോ ഡി ഗാമ. വാസ്കോ ഡി ഗാമ കേരളത്തിലേക്ക് കാപ്പാട് എന്ന് പറയുന്ന ബീച്ചിൽ കടൽ തീരത്ത് വാസ്കോ ഡി ഗാമ വന്നിറങ്ങിയതും സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിച്ചതും പിന്നീട് ഇവിടെ സാമൂതിരിയായിട്ട് യുദ്ധം ചെയ്തതും നന്ദികേട് കാണിച്ചതും പിന്നെ ഈ വാസ്കോ ഡി ഗാമ മരിച്ചത് കൊച്ചിയിൽ കിടന്നാണ്. വാസ്കോ ഡി ഗാമയെ സംസ്കരിച്ചത് കൊച്ചിയിലാണ്. പലപ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ ലോകത്തിലെ അത്ഭുത പ്രദേശങ്ങളിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റി, മഹാന്മാരായ അല്ലെങ്കിൽ ചരിത്രത്തിൽ പേരെഴുതി വെച്ച നിരവധി ആളുകൾ മരിച്ച സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ. ലെനിൻ്റെ മുസോളിൽ നിങ്ങൾ പോയി നിന്നിട്ടുണ്ട്. അതുപോലെ പലരുടെയും വലിയ വലിയ സ്മാരകങ്ങളിൽ പോയി നിന്നിട്ടുണ്ട്. അവർ ജീവിച്ച മണ്ണിലൂടെ കടന്നു പോയിട്ടുണ്ട്. എറണാകുളത്ത് വെച്ചൊരു കോളേജിലെ ഒരു പരിപാടിക്കിടയ്ക്ക് കുട്ടികൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ലോകമറിയുന്ന വലിയൊരു സഞ്ചാരിയുടെ കുഴിമാടത്തിൽ നിങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ? അത് പറഞ്ഞില്ല, ഞങ്ങൾ കേരളം വിട്ടെങ്ങും പോയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊച്ചി അകത്തൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വാസ്കോ ഡി ഗാമ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ വാസ്കോ ഡി ഗാമയെ സംസ്കരിച്ചത് കൊച്ചിയിലാണെന്ന് നിങ്ങൾക്കറിയോ? പലർക്കും അറിയില്ല. വാസ്കോ ഡി ഗാമ മരിച്ചത് കൊച്ചിയിൽ വെച്ചാണ്, വാസ്കോ ഡി ഗാമയെ സംസ്കരിച്ചത് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ആ പള്ളി ഇപ്പോഴും ഉണ്ട്. പക്ഷേ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം വാസ്കോ ഡി ഗാമയുടെ മൃതദേഹം അവിടെ നിന്നെടുത്ത് ലിസ്ബണിലെ ഒരു മൊണാസ്ട്രിയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. ഞാൻ ആ മൊണാസ്ട്രിയിലും പോയി നിന്നിട്ടുണ്ട്. വാസ്കോ ഡി ഗാമയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന ജെറോണിമസ് മൊണാസ്ട്രി എന്ന് പറയുന്ന മൊണാസ്ട്രിയിൽ ഞാൻ ആ വലിയൊരു സ്മാരകം അവിടെ പണിത് വെച്ചിട്ടുണ്ട്, ഒരു മൊണാസ്ട്രിക്കകത്ത്. അതിന് ചുറ്റും ക്യാമറയായി നടക്കുന്ന ആ ഷോട്ട് പോലും എനിക്ക് ഓർമ്മയുണ്ട്. അതെടുത്തുകൊണ്ട് ഞാൻ അവിടെ വിവരിച്ചത് ഇതാണ്, ഈ മനുഷ്യൻ്റെ മൃതദേഹം ആദ്യം സംസ്കരിച്ചത് നമ്മുടെ നാട്ടിലാണ്. അവിടെ സംസ്കരിച്ചിട്ട് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന എത്രയോ വർഷം കഴിയുമ്പോഴത്തേക്കും മൃതദേഹത്തിന് എത്ര അവശിഷ്ടം ഉണ്ടെന്നറിയാം. പക്ഷേ ആ മനുഷ്യൻ്റെ ശരീരം അഴുകി ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയുടെ മണ്ണിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട് അത്ഭുതങ്ങൾ, ഇത് നമ്മളറിയാതെ പോകുന്നു. ഈ വാസ്കോ ഡി ഗാമ കേരളത്തോട് അന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്തു, അവിടെ യുദ്ധം ചെയ്തോ, അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ നിലപാടെടുത്തോ എന്നുള്ളതൊക്കെ വേറൊരു ചോദ്യമാണ്. കാരണം പോർച്ചുഗൽ എന്ന രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ഒരാൾ പോർച്ചുഗലിൻ്റെ ഇൻട്രസ്റ്റുകൾ തീർച്ചയായിട്ടും നോക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കച്ചവടത്തിന് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ ആ ആംഗിളിൽ അതിനെ കണ്ടാൽ മതി. പക്ഷേ നാവിക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ അയാൾ ഒരു ചരിത്ര പുരുഷനാണ്. ആ ചരിത്ര പുരുഷൻ മരിച്ച ഒരു സ്ഥലമാണ് കൊച്ചി. അപ്പോൾ
ഇതൊക്കെ ഞാൻ മാർഗരറ്റ് ഇത്രയും നേരം എനിക്കാണ് ക്ലാസ് എടുത്തതെങ്കിൽ ഈ കഥയൊക്കെ ഞാൻ മാർഗരറ്റിന് പറഞ്ഞു കൊടുത്തു. മാർഗരറ്റിന് എക്സൈറ്റഡായി. മാർഗരറ്റ് മനസ്സിലായി ഇവ വന്നിരിക്കുന്നത് ചരിത്രമറിയുന്ന, ചരിത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണെന്ന് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി. പുള്ളിക്കാരത്തേക്ക് വളരെ പോസിറ്റീവാണ് കേട്ടോ, വളരെ വളരെ പ്ലസൻ്റാണ്, നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അപ്രീഷിയേറ്റ് ചെയ്യും. അടുത്തതായിട്ട് ഞങ്ങൾ ചെല്ലുന്നത് ഒരു വലിയൊരു കപ്പലിൻ്റെ ചുവട്ടിലേക്കാണ്. ഈ ഗോഡൗണിനകത്ത് വലിയൊരു കപ്പൽ വെച്ചിട്ടുണ്ട്. അതായത് അത് ബർത്തലോമിയോ ഡയസ് ശരിക്കും അന്ന് പോർച്ചുഗലിൽ നിന്ന്, ലിസ്ബണിൽ നിന്ന് ഈ മൊസൽബേ വരെ യാത്ര ചെയ്ത് തിരിച്ചു പോയ ആ കപ്പലിൻ്റെ അതേ അളവിലും രൂപത്തിലും ഭാവത്തിലും പണിതൊരു കപ്പലാണ്. ഇത് കരയ്ക്ക് വെച്ച് പണിത് കരക്കിയിരിക്കുന്നൊരു കപ്പലല്ല. ഈ കപ്പൽ 1987, അതായത് ബർത്തലോമിയോ ഡയസ് ഈ യാത്ര നടത്തിയതിൻ്റെ കൃത്യം 500-ാം വർഷം ഇതേ പാതയിലൂടെ പോർച്ചുഗലിൽ നിന്ന് ഒരു കപ്പൽ, ഈ കപ്പൽ ഒരാൾ ഓടിച്ച് ഈ മൊസൽബേ വരെ കൊണ്ടുവന്നു. ആ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി, ആ ഒരു ചരിത്ര ദിവസത്തെ ഓർമ്മിക്കാൻ വേണ്ടി വലിയ സ്വീകരണം ലോകം മുഴുവൻ കൊടുത്ത മുഴുവൻ വാർത്തയായൊരു സംഭവമായിരുന്നത്. ആ കപ്പലാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ എമീലിയോ ഡിസീസ എന്ന് പറയുന്ന ഒരു നാവികനാണ് ഈ കപ്പൽ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ 17 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബർത്തലോമിയോ ഡയസിൻ്റെ കൂടെ പണ്ട് യാത്ര ചെയ്യുമ്പോൾ 30 ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ വഴി കണ്ടുപിടിക്കുക, പാചകം ചെയ്യുക, അന്നത്തെ സാഹചര്യത്തിൽ ഒരു 30 പേരെങ്കിലും അത്യാവശ്യമായിരുന്നു. പക്ഷേ ഈ എമീലിയോ ഡിസീസയുടെ കൂടെ 17 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ കോമ്പസും ആധുനികമായ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പായക്കപ്പൽ തന്നെയായിരുന്നു, യന്ത്രമൊന്നും ഉപയോഗിച്ചല്ല വന്നത്. പായയുടെ ശക്തി, കാറ്റിൻ്റെ ശക്തി കൊണ്ട് തന്നെ വന്നു. വലിയൊരു കപ്പലാണത്. വലിയ കപ്പൽ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ വലിയ കപ്പൽ, 1487 ഏറ്റവും വലിയ അന്നത്തെ സാധ്യതയുള്ള കപ്പൽ. പക്ഷേ ഇന്ന് കേരളത്തിൽ അതിനേക്കാൾ വലിയ ബോട്ടുകൾ പോലും ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറാം. അതിനകത്തെ ഓരോ ഭാഗങ്ങളും കണ്ടു. അതിൽ മുകളിലത്തെ ഇടയ്ക്കിൽ ക്യാപ്റ്റൻ്റെ ഒരു മുറിയുണ്ട്, ക്യാപ്റ്റൻ്റെ ബെഡ്റൂമുണ്ട്, ക്യാപ്റ്റൻ ഈ കപ്പലിനെ നിയന്ത്രിക്കുന്ന ഭാഗം. പുറകിൽ റഡാർ എന്ന് പറയുന്ന ഒരു വലിയ പലകയുണ്ട്. അതിങ്ങനെ ഒരു കലപ്പയുടെ പിടി പോലെ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചൊക്കെയാണ് കപ്പൽ, അത് തിരിക്കുന്നതനുസരിച്ചാണ് കപ്പൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുക. മുമ്പോട്ട് കുതിക്കാൻ കാറ്റിൻ്റെ ശക്തി തന്നെയാണല്ലോ. കാറ്റ് എതിർദിശയിൽ വരുമ്പോൾ പായ അഴിച്ചു കെട്ടും, അല്ലെങ്കിൽ ചുരുട്ടിക്കെട്ടും, അല്ലെങ്കിൽ പായയുടെ ആംഗിൾ മാറ്റും. ഇങ്ങനെയൊക്കെയാണ് ഈ കപ്പലിനെ ഓടിക്കുക. അതിൻ്റെ ഒരു വലിയ തന്ത്രമുണ്ട്, വലിയ ടെക്നോളജി ഉണ്ട് ഈ പായക്കപ്പലിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. കാരണം കാറ്റ് എപ്പോഴും നമുക്കാവശ്യമുള്ള ദിശയിലേക്കായിരിക്കില്ല അടിക്കുക. കാറ്റ് എങ്ങോട്ടടിച്ചാലും, എതിർദിശയിലല്ലാതെ എങ്ങോട്ടടിച്ചാലും ഈ പായയുടെ ഡയറക്ഷൻ മാറ്റി മാറ്റി കപ്പലിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവർക്കറിയാം. അങ്ങനെയാണ് അക്കാലത്ത് യാത്രകൾ നടത്തിയിരുന്നത്. നമുക്ക് കിഴക്കോട്ടാ യാത്രയുണ്ടെങ്കിൽ കാറ്റ് എപ്പോഴും കിഴക്കോട്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ തെക്ക് കിഴക്കോട്ടായിരിക്കാം, ചിലപ്പോൾ വടക്ക് കിഴക്കോട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പായ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ദിശ കൃത്യമാക്കും. പിന്നെ ഈ റഡർ അഡ്ജസ്റ്റ് ചെയ്ത് കപ്പലിനെ വേണ്ടാത്ത വഴിക്ക് പോകാതെ നിയന്ത്രിക്കാനും പറ്റും. അപ്പോൾ ക്യാപ്റ്റൻ്റെ മുറിയിൽ ഇത് നിയന്ത്രിക്കുന്നത്. കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്ത് ഒരു ചെറിയ മുറി, ക്യാപ്റ്റൻ കിടക്കുന്നൊരു മുറിയുണ്ട്. അതൊരു ചെറിയൊരു പെട്ടിയെന്ന് വേണേൽ പറയാൻ പറ്റുള്ളൂ. അവിടെയാണ് കിടന്നിരുന്നത്. സാധാരണഗതിയിൽ അക്കാലത്ത് 3 മാസം എടുക്കും പോർച്ചുഗലിൽ നിന്ന് ഈ ഇവിടം വരെ എത്താൻ, ഈ മൊസൽബേ വരെ എത്താൻ തന്നെ ഏതാണ്ട് 3 മാസത്തെ കടലയാത്രയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കാറ്റ് കൃത്യം അടിച്ചുകൊണ്ടിരിക്കും. ചില ദിവസം കാറ്റേ ഉണ്ടാവില്ല, വെറുതെ കിടക്കും കടലിൽ. അനുകൂലമായ കാറ്റ് വരുമ്പോൾ മാക്സിമം ദൂരം യാത്ര ചെയ്യും, പിന്നെയും കിടക്കും അവിടെ. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ യാത്രകൾ. അപ്പോൾ ഞങ്ങൾ ഈ മുറിക്കകത്തൂടെയൊക്കെ കയറി ഇറങ്ങി നടന്നു, എന്നെ കാണിച്ചു. താഴത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുമാതിരി ബങ്കർ പോലെയാണ്. അതായത് നിരവധി കട്ടിലുകൾ പല നിലകളാക്കി അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിനകത്താണ് ഈ ജീവനക്കാർ കിടന്നുറങ്ങുന്നത്. കൂടാതെ അതിൻ്റെ ഒരു ഭാഗത്ത് കിച്ചണുണ്ട്, സ്റ്റോറുണ്ട്. ഇതെല്ലാം ഈ താഴത്തെ നിലയിലാണ്. അപ്പോൾ ഇതിനകത്തൂടെ എല്ലാം കയറി നടന്നു, അതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി. അപ്പോൾ ഇത്തരം കപ്പലുകൾ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത്, ഈ മൊസൽബേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ ഒരു റൂട്ട് മാത്രമാണ്, ഡെസ്റ്റിനേഷനല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ കൊച്ചിയിലും കോഴിക്കോട്ടും ഒക്കെ ഇത്തരം പായ്ക്കപ്പലുകൾ വന്ന്, നാവികർ വന്ന്, കച്ചവടക്കാർ വന്നു. പക്ഷേ നമുക്ക് അത്ര ഒരു കപ്പലിനെ സംരക്ഷിച്ചു വെക്കാനോ നിർമ്മിച്ചു വെക്കാനോ അതൊരു മ്യൂസിയമാക്കി നിലനിർത്താനോ, ആ പഴയ നാവിക പാരമ്പര്യവും കേരളവും പാശ്ചാത്യ നാടുകളും കേരളവും അറബി നാടുകളും കേരളവും റോമാ സാമ്രാജ്യവും ഒക്കെ ആയിട്ടുള്ള കച്ചവടത്തിൻ്റെ കഥകൾ പുതിയ തലമുറകൾക്ക് ആവേശപൂർവ്വം പകർന്നു കൊടുക്കാൻ കഴിയുന്നതായി ഒന്നുമില്ല. ഈ പട്ടണം എന്ന് പറയുന്ന പ്രദേശത്ത് ചെതറിക്കിടക്കുന്ന, മനുഷ്യന് ഒട്ടും ആസ്വദിക്കാൻ കഴിയാത്ത തരത്തിൽ സംരക്ഷിച്ചിരിക്കുന്ന കുറേ തകർന്ന അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും അങ്ങനെയല്ല സംരക്ഷിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കണം. ആവേശം തോന്നുന്ന രീതിയിൽ, പുതിയ തലമുറയ്ക്ക് ആവേശം തോന്നുന്ന രീതിയിൽ ചരിത്ര സ്മാരകങ്ങളെ സൃഷ്ടിച്ചു വെക്കണം. അതല്ലാതെ പ്രാകൃതമായ രീതിയിൽ എന്തെങ്കിലും കിട്ടിയ ഒരു പാത്രത്തിൻ്റെ കഷ്ണം നിരത്തി വെച്ചിട്ട് അതിൽ കഥ പറയുന്നിട്ട് മാത്രമായില്ല. ആ പൊട്ടിപ്പോയ പാത്രങ്ങളെ ഒന്നാക്കിക്കൊണ്ട് അതിനൊരു കഥ മെനഞ്ഞ് പറഞ്ഞു കൊടുക്കണം. ഇത്തരത്തിലുള്ള ഹ്യൂജ് കപ്പലുകൾ പണിത്
പുതിയ കുട്ടികൾക്ക് ആവേശം പകരുന്ന രീതിയിൽ, അന്ന് എങ്ങനെയാണ് കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യുന്നതെന്ന് വിവരിച്ചു കൊടുക്കുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ആ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മാർഗരറ്റ് പറഞ്ഞു, വേണേൽ കുറച്ച് കാഴ്ചയിലൂടെ പോകാം, പക്ഷേ ബസ് നമുക്ക് കൃത്യം 1 മണിക്ക് അവിടെ വരും. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ട, നമുക്ക് നേരത്തെ തന്നെ ബസ് സ്റ്റേഷനിലേക്ക് പോകാം. അപ്പം മാർഗരറ്റ് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് എൻ്റെ വീട്ടിലൂടെ ഒന്ന് പോകാം. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഞാൻ എത്രയോ ലോകരാജ്യങ്ങളുടെ അതിന് മുമ്പ് കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ അതിന് ശേഷവും എത്രയോ രാജ്യങ്ങളിൽ പോയിരിക്കുന്നു. ഇവിടെ ഒന്നും ഒരു ടൂർ ഗൈഡോ ഒരു ഡ്രൈവറോ എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചൊരു സംഭവമില്ല. പല ഗൈഡുമാരും എനിക്ക് ഡിന്നർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഡിന്നർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ആത്മബന്ധങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് ക്ഷണിക്കുക, അത് ഈ ഒരു 2 മണിക്കൂർ മാത്രം എന്നെ കൂടെ നടന്ന് വഴി കാണിച്ചു തന്ന ഈ ഗൈഡ് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം ഒരു സൗത്ത് ആഫ്രിക്കൻ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള അവസരമാണല്ലോ. അങ്ങനെ ഒരു കുന്ന് കയറി പോവുകയാണ്. കുന്ന് കയറി പോകുമ്പോൾ ഒരു ഭാഗത്ത് കുറേ ചേരിപ്പുരകളൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മാർഗരറ്റ് പറഞ്ഞു, അവരുടെ സത്യസന്ധത കൊണ്ട് പറഞ്ഞായിരിക്കാം, എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു സെർവൻ്റ് ഉണ്ട്, ഒരു സഹായിയുണ്ട്, അവളുടെ വീട് ഇവിടെ എവിടെയാണ്, ഈ കൂട്ടത്തിൽ എവിടെയാണ്. അപ്പോൾ കറുത്തവർഗ്ഗക്കാർ ഇപ്പോഴും സെർവൻസ് ആയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നുള്ളത് സ്പഷ്ടമാണല്ലോ. അങ്ങനെ കുന്ന് കയറി ഒരു കുന്നിൻ്റെ ചെരുവിൽ വക്കിൽ പോയി നിൽക്കുകയാണ്. അവിടെ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. ഒരു കുന്നിൻ ചെരുവ്, ഈ കുന്നിൻ ചെരുവിൽ പല വീടുകൾ, അതിലെ ഒരു തിട്ടയിലിരിക്കുന്ന ഒരു ക്ലിഫിൻ്റെ വക്കിലിരിക്കുന്ന വീടാണ് ഈ മാർഗരറ്റിൻ്റെ വീട്. മനോഹരമായ സുന്ദരമായൊരു വീട്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഇതല്ല, ഈ വീടിൻ്റെ ഗേറ്റ് കടന്ന് പൂമുഖം കടന്ന് നമ്മൾ ലിവിങ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിനകത്ത് കിച്ചണുമൊക്കെയുള്ള ഏറ്റവും മോഡേണായ ഒരു യൂറോപ്യൻ ശൈലിയിൽ പെടുന്ന അത്യുഗ്രം വീട്. ഒരു ടൂർ ഗൈഡായി ജീവിക്കേണ്ട ഒരാൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടാക്കിയ വീടൊന്നും അല്ലത്. ഇവരുടെ ആ ലിവിങ് റൂമിൽ നിന്ന് ജനലിൻ്റെ കർട്ടനങ്ങ് മാറ്റിയിട്ടപ്പോൾ കാണുന്നതെന്നറിയാമോ, ഇങ്ങനെ താഴ്വാരത്ത് കടൽ, നല്ല വെളുത്ത തിരയടിച്ച് തീരത്തേക്ക് കയറുന്ന നീലക്കടൽ, നല്ല തണുത്ത കടൽക്കാറ്റ് ഈ മുറിക്കകത്തോട്ട് കയറി വരുന്നു. അതായത് ഇവിടുത്തെ ഏറ്റവും വില കൊടുത്ത് വാങ്ങേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇവരുടേത്. അത്ര സുന്ദരമായൊരു സ്ഥലത്തെ സുന്ദരമായൊരു വീട്. ഞാൻ ഈ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. ഇവരുടെ ഈ ലിവിങ് റൂമിലിരുന്ന് ഈ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് മാർഗരറ്റ് എത്തി. ഞാൻ ജ്യൂസ് കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകണം. ബസ് സ്റ്റേഷൻ സിറ്റിയുടെ നടുക്കാണ്. അവിടെ പല ബസ്സുകൾ വരുന്നു പോകുന്നൊക്കെ കാണാം. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ കുറവെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കൻ കറൻസി കുറവാണ്. ആദ്യത്തെ ദിവസം എടുത്തതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് കറൻസി മാറി എടുക്കണം, ഭക്ഷണമൊക്കെ കഴിക്കണം എങ്കിൽ. അപ്പോൾ ഞാൻ അവിടെ ഈ ബസ് സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു ATM മെഷീൻ, അക്കാലത്ത് എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അന്ന് വളരെ തമാശയാണ്. 2001, 2003, 2004 മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള ഒരാൾക്ക് ആരും ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ലായിരുന്നു. പട്ടണങ്ങളിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അന്ന് ക്രെഡിറ്റ് കാർഡിന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ന്യൂ ജനറേഷൻ ബാങ്കുകാർ ഞങ്ങളുടെ ഒരു അക്കൗണ്ട് കിട്ടാൻ വേണ്ടി എനിക്ക് ഒരു ഓഫർ തന്നാണ് ഒരു ക്രെഡിറ്റ് കാർഡ്. ആ ഒരു ക്രെഡിറ്റ് കാർഡുമായിട്ടാണ് ഞാൻ ഈ ലോകയാത്രകളൊക്കെ നടത്തുന്നത് ഓർക്കണം. അപ്പോൾ ICC ബാങ്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഈ കാർഡ് കൊണ്ടുപോയി ഞാൻ ഈ ATM മെഷീനിൽ ഇട്ടു. പൈസ വന്നു, പൈസ എടുത്തു, പേഴ്സിനകത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മാർഗരറ്റ് വിളിക്കുന്നത്, ദാ ബസ് വന്നു കേട്ടോ, പെട്ടെന്ന് ചെന്ന് കയറിക്കോളൂ എന്ന് പറയും. ഞാൻ പെട്ടെന്ന് ഇത് പേഴ്സും പോക്കറ്റിലിട്ടിട്ട് നേരെ ഓടി ബസ്സിനകത്ത് നിന്ന് കയറി. കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് യാത്രയായി. മാർഗരറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കൈവീശി കാണിച്ചു. ബസ് കേപ്പ് ടൗൺ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഇനി ദീർഘമായ യാത്രയാണ്, 5 മണിക്കൂർ നീണ്ട യാത്ര. ബസ് മൊസൽബേയുടെ പട്ടണം പിന്നിട്ട് ഉൾഗ്രാമങ്ങളിലേക്ക് കയറി. ഉൾഗ്രാമങ്ങൾ കഴിഞ്ഞ് കൃഷിയിടങ്ങളായി. നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന മനോഹരമായ പുൽമേടുകളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഞാനങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഞാൻ നേരിടേണ്ടി വരുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച്, വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഞാൻ ഈ പുറത്തെ കാഴ്ചകളും പകർത്തിക്കൊണ്ട് അങ്ങനെ ബസ്സിനകത്തിരുന്നു. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ. 3 പെൻഡ്രൈവുകൾ. ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.